2024 ജൂൺ 16 ഞായറാഴ്ച മുതൽ ജൂൺ 22 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം. അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. അശ്വതി, 4-ാം ഭാവാധിപനായ ചന്ദ്രന് പൂർണ്ണബലമുള്ള വാരമാകയാൽ മനസ്സുഖവും ദേഹസുഖവും ഉണ്ടാവും. സുഹൃത്സമാഗമവും അതുകാരണമുള്ള ഉല്ലാസവും ഭവിക്കുന്നതാണ്. കാര്യങ്ങൾ വരുതിയിലാണെന്ന തോന്നൽ ശക്തമാകും. ന്യായമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ്. തൊഴിലിടത്തിലും സമാധാനം പുലരും. വാരമധ്യത്തിൽ ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതും ഗുണകരമാണ്. അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒഴിയും. പ്രൊഫഷണലുകൾക്ക് കർമ്മപുഷ്ടിയുണ്ടാകുന്നതാണ്. തൊഴിൽ മാത്സര്യങ്ങളെ നിഷ്പ്രഭമാക്കി മുന്നേറുവാനാവും. ഭരണി, കുടുംബത്തിൽ സുഖവും സമാധാനവും പുലരും. യാത്രകൾ ഹൃദ്യമായ അനുഭവങ്ങൾ സമ്മാനിക്കും. പുതുസൗഹൃദങ്ങൾ മൂട്ടിടാം. ഗൃഹം മൂടിപിടിപ്പിക്കാൻ തുനിഞ്ഞേക്കും. വാഹനം വാങ്ങാൻ അഭിലഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. 3-ാമിടത്തിലെ ആദിത്യസഞ്ചാരം ഉദ്യോഗസ്ഥർക്ക് ഗുണകരമാണ്. പദവികളിൽ ഉയർച്ചയോ വേതന വർധനയോ ഉണ്ടാകാനിടയുണ്ട്. സ്വമേഖലയിൽ സ്വശക്തി തിരിച്ചറിയാനാവും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശുഭാരംഭങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതം. കാർത്തിക, വ്യാഴം 2-ാം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വൈചാതുര്യം അഭിനന്ദിക്കപ്പെടും. അതുകൊണ്ടുതന്നെ നേട്ടങ്ങളും കരഗതമാവും. പുതിയ വിഷയങ്ങളോട് ആഭിമുഖ്യമേറും. ഹ്രസ്വകാല കോഴ്സുകളിൽ ചേർന്നേക്കും. സാമ്പത്തിക വരവ് തൃപ്തിയേകുന്നതാണ്. സാമൂഹ്യ ജീവിതത്തിലെ ഇടപെടലുകൾ ആദരിക്കപ്പെടാം. കർമ്മരംഗം ഉണരും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നതാണ്. ദാമ്പത്യത്തിലെ സൗന്ദര്യപ്പിണക്കം അവസാനിച്ചേക്കും. ബന്ധുക്കളുടെ ആതിഥ്യം സ്വീകരിക്കുന്നതാണ്. രോഹിണി, നക്ഷത്രനാഥനായ ചന്ദ്രന് പൂർണ്ണബലമുള്ള വാരമാണ്. അതിനാൽ അനുകൂലമായ ഫലങ്ങൾക്ക് മുൻതൂക്കം വന്നെത്തും. അല്പ പ്രയത്നത്താൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവും. സ്ത്രീകളുടെ പിന്തുണ ശക്തി പകരും. മനസ്സന്തോഷത്തിന് കാരണങ്ങൾ വന്നെത്തുന്നതാണ്. കുടുംബത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാവും. കലാപ്രവർത്തനം അഭംഗുരം തുടരാനാവും. ഔദ്യോഗിക കൃത്യങ്ങളിൽ പ്രത്യുൽപന്നമതിത്വം പുലർത്തും. ഭോഗസുഖം പ്രതീക്ഷിക്കാം. പ്രണയികൾക്കിടയിൽ ഹൃദയൈക്യം ദൃഢമാകുന്നതാണ്. മകയിരം, ഗാർഹികമായി സുഖവും സമാധാനവും വന്നുചേരും. ദാമ്പത്യത്തിൽ സംതൃപ്തി പുലരും. സ്വാശ്രയ തൊഴിലിൽ മുന്നോട്ട് പോകാനാവും. വായ്പ നേടാനുള്ള ശ്രമം വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ്. സാമൂഹ്യ പ്രവർത്തനത്തിന് വലിയ തോതിൽ പിന്തുണയുണ്ടാവും. മനസ്സന്തോഷത്തിന് പല അവസരങ്ങൾ സംജാതമാകും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം ഗുണകരമാവുന്നതാണ്. ശനിയാഴ്ച ശുഭകാര്യങ്ങൾ തുടങ്ങരുത്. തിരുവാതിര, വാരാന്ത്യം കാര്യസാധ്യത്തിന് തടസ്സങ്ങളുള്ളതായി തോന്നും. ഗൃഹത്തിൽ സമാധാനം കുറയാം. ചിന്താപരത കാരണം കർമ്മഗുണം മങ്ങുന്നതാണ്. ബുധനാഴ്ച മുതൽ ക്രമേണ കാര്യങ്ങൾ നേരെയാവും. പ്രായോഗികത മുന്നിട്ടു നിൽക്കും. ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ച് ഉന്നതാധികാരികളുടെ പ്രശംസ നേടും. സാമ്പത്തികമായി സ്വാശ്രയത്വം ഉണ്ടാവും. കുടുംബ ചെലവുകൾക്ക് തടസ്സമുണ്ടാവില്ല. ദാമ്പത്യത്തിൽ സുഖം അനുഭവിക്കും. എതിർപ്പുകളെ നിസ്സാരീകരിക്കും. രാഷ്ട്രീയ ചർച്ചകളിൽ സമദൂരം പാലിക്കുന്നതാണ്. പുണർതം, ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുകയാൽ ശാരീരിക ക്ലേശങ്ങൾ, അലച്ചിൽ ഇവയുണ്ടാകുന്നതാണ്. 12-ലെ വ്യാഴം ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെടാനും നല്ല വിഷയങ്ങളിൽ വ്യയമേർപ്പെടുത്താനും അവസരമേകും. ജന്മരാശിയിലെ ശുക്രൻ അല്പം അതിർ കവിഞ്ഞ ആഡംബര ഭ്രമത്തിനും സുഖർഷ്ണകൾക്കും വഴിയൊരുക്കാം. 11-ലെ ചൊവ്വ ഭൂമി ഗുണം സമ്മാനിക്കും. വസ്തു വാങ്ങാനുള്ള പ്രാരംഭ നടപടികൾ പുരോഗമിക്കും. വരാരംഭത്തിൽ പുരോഗതി മന്ദഗതിയിലാവും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഉയർച്ച വർദ്ധിക്കും. പൂയം, രാശിനാഥനായ ചന്ദ്രൻ പൂർണ്ണബലവാനാകയാൽ പ്രവൃത്തിരംഗം ഉന്മേഷകരമാവും. മാനസിക സന്തോഷം ഭവിക്കുന്നതാണ്. ഉത്തരവാദിത്വങ്ങൾ പരപ്രേരണ കൂടാതെ തന്നെ നിർവഹിക്കും. സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാവും. മാതാവിന്റെ ആരോഗ്യസ്ഥിതിയിലെ ഉത്കണ്ഠകൾ അകലുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ആദിത്യന്റെ 12-ലെ സ്ഥിതി അലച്ചിലിനിടവരുത്തും. സ്ഥലം മാറ്റത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരാം. വ്യാഴത്തിന്റെ ഇഷ്ടഭാവസ്ഥിതി ധനോന്നതിക്ക് ഇടവരുത്തും. ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. ആയില്യം, ന്യായമായ പ്രതീക്ഷകൾ അധികം വിയർപ്പൊഴുക്കാതെ സഫലമാവുന്നതാണ്. ഉപരിപഠനത്തിന് പ്രവേശനം ലഭിച്ചേക്കും. സാമ്പത്തികം മോശമാവില്ല, എന്നാൽ ചെലവധികമാവും. ഔദ്യോഗിക യാത്രകൾ പൊടുന്നനെ തീരുമാനിക്കപ്പെടാം. കുടുംബത്തോടൊപ്പം നിശ്ചയിച്ച ചില സന്ദർശനങ്ങൾ തന്മൂലം ഒഴിവാക്കേണ്ട സ്ഥിതിയുണ്ടാവും. കച്ചവടത്തിലെ നൂതന മാർഗങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിച്ചേക്കാം. ജന്മനാട്ടിലെ വസ്തു വിൽക്കാനുള്ള തീരുമാനത്തെ കുടുംബാംഗങ്ങൾ എതിർത്തേക്കും. പിതാവിന്റെ, ഗൃഹത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. മകം, സാമാന്യം അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. 11-ാം ഭാവത്തിലെ ആദിത്യ ബുധശുക്രന്മാർ ഔദ്യോഗിക ജീവിതം ശോഭനമാക്കും. പുതിയ ചുമതലകൾ ലഭിക്കുന്നതാണ്. കൃത്യനിർവഹണം അഭിനന്ദനീയമാവും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. സ്വയം തെറ്റുതിരുത്താനുള്ള മാനസിക പക്വത പുലർത്തുന്നതാണ്. പിതാവിന്റെ സ്നേഹവാത്സല്യ അങ്ങൾക്കൊപ്പം സാമ്പത്തിക സഹായവും കൈവരും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ധാരാളം പിന്തുണ കിട്ടും.
പൂരം വ്യക്തിപരമായും തൊഴിൽപരമായും വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള അനുകൂല സാഹചര്യമുണ്ട്. അർഹതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കാം, ബിസിനസ്സിൽ ലാഭം കൂടും, പുതിയ ശാഖകൾ ആരംഭിക്കാനാവും, ആശയവിനിമയ ശേഷി അഭിനന്ദിക്കപ്പെടും, സുഹൃത്തുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കും, സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ കൈവശമെത്തും, കുടുംബത്തിൽ പിതൃപുത്ര ബന്ധം കൂടുതൽ ഐക്യപ്പെടുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങൾ കൂടുതൽ മേന്മയുള്ളതായിരിക്കും. ഉത്രം സുഹൃത്തുക്കളിൽ നിന്നും നിസ്സീമമായ പ്രോത്സാഹനം ലഭിക്കും, ചുമതലകൾ നിറവേറ്റുന്നതിൽ പിന്നോട്ട് പോക്കില്ല, ഗവേഷകർക്ക് കൂടുതൽ ആഴമുള്ള നിരീക്ഷണങ്ങളിൽ മുഴുകാനാവും, ഔദ്യോഗികമായ സമയനിഷ്ഠയുടെയും കൃത്യനിർവഹണത്തിന്റെയും പൂരകത്വത്തിന് ദൃഷ്ടാന്തമായിരിക്കും, പഴയ കടബാധ്യത പരിഹരിക്കാനുള്ള വഴികൾ തേടുന്നതാണ്, കുടുംബ ബന്ധങ്ങൾ സുഗമമാവുന്നതിന് അനുരഞ്ജനത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിക്കില്ല, മക്കളുടെ പഠനം, വിദേശയാത്ര, വിവാഹം മുതലായ വിഷയങ്ങൾ കുടുംബത്തിൽ സജീവ പരിഗണനാ വിഷയങ്ങളാവും. അത്തം ജന്മനക്ഷത്രം കൊണ്ടു തുടങ്ങുന്ന വാരമാണ്. വിരുന്നൂന്ന്, മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കൽ ഇവയുണ്ടാവും, ന്യായമായ ആവശ്യങ്ങൾ നിറവേറപ്പെടും, പലരുടെയും മാനസിക പിൻബലം ലഭിക്കും, ബിസിനസ്സിൽ പുരോഗതി വരുന്നതാണ്, ചെലവുകൾ നിയന്ത്രിക്കുവാനാവും, വിജ്ഞാന സമ്പാദനത്തിന് നേരം നീക്കിവെക്കും, പുതിയ ആശയങ്ങൾ മേലധികാരികളുടെ പ്രീതി നേടും, വാഹനം വാങ്ങാനുള്ള ചെറുപ്പക്കാരുടെ ആഗ്രഹം സഫലമായേക്കാം, സാമൂഹിക ജീവിതത്തിൽ അംഗീകാരം ലഭിക്കും, ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേരം കണ്ടെത്തും. ചിത്തിര ബാങ്ക്, അധ്യാപനം, വ്യാപാരം, ഗണിതം, നിയമം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കുന്നതാണ്. ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കും, ചിലരോട് പറയുന്ന വാക്ക് ഫലിക്കുന്നതായി അഭിപ്രായം വന്നേക്കും, നൂതന സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ്. കുടുംബ കാര്യങ്ങളിൽ സ്വേച്ഛാപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായി അഭിപ്രായം വരാം. ജീവിത പങ്കാളിയുമായി പിണങ്ങും, ഭൂമിയുടെ ക്രയവിക്രയത്തിൽ അമളി വരാനിടയുണ്ട്, ഔദ്യോഗിക യാത്രകൾ ഉണ്ടാവും, വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഉദാസീനതയരുത്. ചോതി ഗൃഹനിർമ്മാണം ആരംഭിക്കാനായേക്കും, തൊഴിലാളികൾക്ക് അത്യധ്വാനം ചെയ്യേണ്ടി വരും, കരാർ പണികൾ പുതുക്കിക്കിട്ടാം, ഉദ്യോഗസ്ഥലത്ത് സമാധാനക്കുറവ് വരുന്നതാണ്, പഴയ കടബാധ്യതകൾ ചിത്തശല്യകാരിയാവും, ബന്ധുക്കളുടെ ആനുകൂല്യം കുറയും, 7-ലെ കുജസ്ഥിതി ദാമ്പത്യകലഹത്തിന് വഴിവെക്കുന്നതാണ്. ആദിത്യൻ 9-ൽ സഞ്ചരിക്കുന്നതിനാൽ പിതാവിന് പ്രതീക്ഷിച്ച ജോലിക്കയറ്റം കിട്ടിയേക്കില്ല, വ്യാപാരത്തിന് വഴിനടന്നുള്ള ക്ലേശമുണ്ടായേക്കും, നിഗൂഢ വിദ്യകളിൽ താൽപര്യമുണ്ടാകും, ശാരീരിക സ്വസ്ഥത കുറയും. വിശാഖം തുടരെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ തെല്ലെക്കുറയാം, ആലോചിച്ചു വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ, വളഞ്ഞ വഴികളിലൂടെ പണമുണ്ടാക്കാൻ പ്രലോഭനമുണ്ടാവാം, സുതാര്യമായ പ്രവർത്തന ശൈലി സ്വീകരിക്കപ്പെടണം, പ്രണയികൾ എതിർപ്പുകളെ നേരിടുന്നതാണ്, കരാർ പണികൾ ചെയ്യുന്നവർ മത്സരാധിഷ്ഠിത ടെൻഡറുകൾ ഏറ്റെടുക്കാൻ തുനിയും, പൊതുപ്രവർത്തകർക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, ന്യായരഹിതമായ നിലപാടുകളെ വിമർശിക്കുന്നതിനാൽ ഉറ്റമിത്രങ്ങളുടെ ശത്രുത സമ്പാദിക്കും. അനിഴം ശത്രുക്കളുടെ നീക്കങ്ങൾ തിരിച്ചറിയും, കൃഷി കർമ്മങ്ങളോട് ആഭിമുഖ്യമേറും, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിഷയങ്ങൾ പഠിക്കാൻ അവസരം സിദ്ധിക്കും, സംഘടനാ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രമായ നിലപാടുകളെടുക്കും, ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭമുണ്ടാകും, ഭാര്യാഭർത്താക്കന്മാർക്ക് പിണക്കം മറന്ന് ഒരുമിക്കാൻ അവസരം സിദ്ധിക്കുന്നതാണ്, ഓൺലൈൻ വ്യാപാരത്തിലൂടെ ലാഭം വന്നു തുടങ്ങും, ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമല്ല, സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിച്ചത്ര ലഭിച്ചേക്കില്ല. തൃക്കേട്ട നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം തുടരുന്നതിനാൽ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ വരാം, വാക്കുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം, പുതിയ കാര്യങ്ങൾ അറിയാൻ വെമ്പലുണ്ടാവും, എന്നാൽ അകർമ്മണ്യത പിടികൂടിയേക്കും, ബന്ധുക്കൾ വാഗ്ദാനം പാലിക്കാത്തത് നിരാശയുണ്ടാക്കാം, ആഡംബര ചെലവുകൾ കൂടിയേക്കാനിടയുണ്ട്, കൂട്ടുകെട്ടുകൾ അതിരുവിടുന്നതായി മാതാപിതാക്കൾ ശാസിച്ചേക്കാം, സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ലൈസൻസ്, രേഖകൾ ഇവ കിട്ടാൻ വൈകും, സ്വാശ്രയത്വം പാലിക്കുന്നതിൽ വിജയിക്കുന്നതാണ്.